എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ കാണും. നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളാണ് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ചോറും കറികളൊക്കെ വെക്കാം, എന്ത് കറി വെക്കാമൊക്കെ ഉള്ള ഒരു ചിന്തയുടെ സമയത്താണ് പൊതിച്ചോറ് കിട്ടിയാലോ എന്ന് തോന്നുന്നത്. എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പൊതി ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പാത്രത്തിലാക്കി കെട്ടി വെക്കുന്നതും, അല്ലാതെ നമ്മൾ ഇലയ്ക്ക് പകരമാണെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പറിലൊക്കെ അങ്ങനെ ആക്കി പൊതിയൊക്കെ കെട്ടുന്നതും ഇലയിൽ പൊതി കെട്ടുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് തോന്നിയ ഒരു ആഗ്രഹമാണ് പഴയ സ്കൂൾ കാല ഓർമ്മയിലോട്ട് പോകാമെന്നുള്ളൊരു അങ്ങനൊരു ചിന്തയിലാണ് ഇങ്ങനൊരു പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചത്. ഇതാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പൊതിയൊക്കെ കെട്ടി സ്കൂളിൽ പോയിട്ട് ആ ഉച്ച സമയമാകുമ്പോഴത്തേന് ആ പൊതിച്ചോറെടുത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇപ്പോഴും വേണ്ടേ. ഇനിയിപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് ഈ പൊതിച്ചോറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തിരുന്നത് തോരനാണെങ്കിൽ ഒരു ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പം കപ്പയാണെങ്കിൽ തലേന്നത്തെ കപ്പ ഇരിപ്പുണ്ടായിരുന്നു. എങ്കിൽ കപ്പയാണെങ്കിൽ തോരന് പകരം അങ്ങാക്കി. അങ്ങനെ കപ്പ വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറിന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇല്ലാതെ എന്ത് പൊതിച്ചോറ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി, അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങാ ചമ്മന്തിയും കപ്പയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു വറുത്ത മീനും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം തന്നെ കുശാലായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരാഡംബരത്തിന് ഇരുന്നോട്ടെ മുട്ട പൊരിച്ചത് കൂടെ അടിപൊളിയായിട്ടില്ലേ. ഇങ്ങനെ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണെങ്കിൽ ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പൊതി കെട്ടുന്ന സമയത്ത് യുജാനും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ചോറൊക്കെ എല്ലാം പാത്രത്തിലൊക്കെ ആക്കിയെടുത്ത് വെച്ചത്. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ കുറച്ച് ചോറെടുത്തിട്ട് ചൂടാക്കി, അപ്പം ചൂട് ചോറായിട്ടാണ് നമ്മൾ പൊതിയൊക്കെ കെട്ടി വെച്ചത്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ചോറ് റെഡിയാക്കി കഴിയുമ്പോൾ ആ ചൂട് ചോറല്ലേ നമ്മളാണെങ്കിൽ പാത്രത്തിലൊക്കെ ആക്കി കെട്ടി വെക്കുന്നത്. ഇലയുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതലിഷ്ടം. പക്ഷേ ഇല ഇപ്പോൾ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ പാത്രത്തിലാക്കി വെച്ചത്. പിന്നെ ഇങ്ങനെ ഒരു പൊതി കെട്ടുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളാണെങ്കിൽ ഒരു തുള്ളി പോലും ചോറൊന്നും കളയാതെ മൊത്തം കഴിക്കും. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് ഇങ്ങനെ കഴിക്കുന്നത്. സാധാരണ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിലും നേരത്തെ ഇങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഉച്ച സമയമാകുമ്പോഴത്തേന് അതെല്ലാവരും കൂടെ എടുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേന് അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഓരോരുത്തർക്കുള്ള പൊതി ഇങ്ങനെ കെട്ടിവെച്ചു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളുടെ കുട്ടിക്കാലമൊക്കെ നമ്മളിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവർ സ്കൂളിലൊക്കെ പോയി അവർ കൂട്ടുകാരോടൊപ്പം കഴിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് കഴിക്കുമ്പോഴത്തേന് അവർക്ക് വേറൊരു അനുഭവമായിരിക്കും അത്. വല്ലപ്പോഴും ഒക്കെ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം ആണെങ്കിൽ ഓരോ കൂട്ടാനും കറികളും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്കാണെങ്കിൽ തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടാനും കറികളും ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു മെഴുക്കുവരട്ടിയും ഒരു ചമ്മന്തിയും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. അത് കൂട്ടി കഴിക്കുമ്പം നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കൂട്ടാനൊക്കെ ആയി കഴിയുമ്പോഴത്തേന് പല ടേസ്റ്റുകളാകുമ്പോഴത്തേന് നമുക്ക് അത്ര ഇങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റാതെ വരുന്ന പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് പൊതിച്ചോറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ആ ഒരു ചെറിയ ഒരു പാത്രത്തിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിക്കുമ്പോഴേ ഒരുപാടുള്ള പോലെ തോന്നും. അതുമാത്രമല്ല പൊതിയൊക്കെ ഇങ്ങനെ കെട്ടി നേരത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ പൊതിയൊക്കെ കൊണ്ടുപോകുമെങ്കിലും അതിനെക്കുറിച്ച് വലിയ ചിന്തകൾ നമുക്ക് കാണത്തില്ലായിരിക്കും. കാരണം ഉച്ച സമയമാകുമ്പോഴത്തേന് നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടായിരിക്കും അധികം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. അപ്പം നമ്മളാണെങ്കിൽ ഉച്ച സമയത്ത് ബെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് കൈയൊക്കെ കഴുകി ചോറൊക്കെ കഴിക്കാനിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ആണെങ്കിൽ പൊതിയൊക്കെ കെട്ടി നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇതിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴാണ്. അപ്പം നമുക്കും ഒരു ഇതാണ് എടുത്ത് കഴിച്ചാലോ കഴിച്ചാലോ. പക്ഷേ ആണെങ്കിൽ സമയമാകാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എന്നാലും ഞങ്ങൾ
നേരത്തെ തന്നെ കഴിച്ചായിരുന്നു. കാരണം ഒരുപാട് നേരം ഇതെങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒത്തിരി നേരം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ഒരു ഉച്ച സമയമാകുമ്പോഴത്തേനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാലും ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങളെടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ അവധിയുള്ള സമയങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസങ്ങളിലൊന്നും നമുക്കാണെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും കൂടെ പൊതി വേണമെങ്കിൽ നമുക്കിങ്ങനെ കിട്ടാം. പക്ഷേ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് കഴിക്കാൻ പറ്റുന്നത് അവധിയുള്ള സമയങ്ങളിലേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളാണെങ്കിൽ ഉച്ച സമയത്ത് എല്ലാവരും കൂടെ ആണെങ്കിൽ എടുത്ത് പൊതിയൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഒക്കെ തുറന്ന് എല്ലാവർക്കും ഒരേ കൂട്ടാനായതുകൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ച് കൊടുക്കുന്ന പോലെ വീതിച്ച് കൊടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു സന്തോഷം എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞങ്ങളിങ്ങനെ പഴയ കഥകളിങ്ങനെ പറയുമായിരുന്നു. സ്കൂളിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പാത്രമൊക്കെ തുറന്നിട്ട് മറ്റുള്ളവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടാനും കറികളും നമ്മളുടെ കൂട്ടാനും കറികളും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് എടുത്ത് കഴിച്ച് അതൊരു ഭയങ്കര സന്തോഷമല്ലേ. എന്നിരുന്നാലും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.